എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ആഴ്ച ആത്മനിറവിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. ഒരു പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ അവൻ ആത്മനിറവിൽ ജീവിക്കുന്നു എന്ന് നാം കണ്ടു. ഇങ്ങനെ ആത്മനിറവിൽ നാം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. ഒന്നാമതായി, നമുക്ക് ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്മാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഗലാത്യലേഖനം 5:16 വായിക്കുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് ആത്മാവ് നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. 1 യോഹന്നാൻ 3:24 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:24 അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോൾ ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്മാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കാം. നമുക്കറിയാം ഈ ആത്മാവിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്മാവിൻ്റെ വചനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവനും ധ്യാനിക്കുന്നവനും ആയിരിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മാത്രമല്ല കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും. എഫേസ്യർ 2 കാണുന്നത് നമ്മൾ എഫേസ്യർ 2 നമുക്ക് കാണുന്നത്, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു, എന്നാൽ നാം എഫേസ്യർ ലേഖനം 2:10 നാം കാണുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സൽപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയായിരിക്കും. കാരണം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, അത് ദാനമായിട്ടാണ്, രക്ഷദാനമാണ്. എന്നാൽ നമ്മളെ കർത്താവ് രക്ഷദാനമായിട്ട് തന്ന് നമ്മളെ ദൈവമക്കളാക്കി തീർത്തത് സൽപ്രവൃത്തികൾക്കായിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ട. അപ്പോൾ സൽപ്രവൃത്തി ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കൽപ്പന പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, അവൻ ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയം അവൻ ജീവിക്കുമ്പോൾ, ആത്മനിറവിലോട് ജീവിക്കുമ്പോൾ, അവൻ ഈ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവനായിരിക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 1 പത്രോസ് 2:9 അത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ, അവനെ വിളിച്ചിരിക്കുന്നത് സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് എന്നുള്ളത് മനസ്സിലാക്കി അവനെ രക്ഷിച്ച കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട്, നാം നേരത്തെ കണ്ടതാണ് ആത്മീയ വരങ്ങളെക്കുറിച്ച്. ആത്മനിർവ്വൽ ജീവിക്കുന്ന ഒരു വ്യക്തി തനിക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ആത്മീയ വരങ്ങളെ കൊണ്ട് വ്യാപാരം ചെയ്ത് ദൈവത്തിനു വേണ്ടി
30, 60, 100 മേനി വിളയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരിക്കലും ആ വ്യക്തി തനിക്ക് തന്നിരിക്കുന്ന ആത്മീയ വരങ്ങൾ ഒരിക്കലും കുഴിച്ചിടുകയില്ല. മറിച്ച് അവന് തന്നിരിക്കുന്നതായിട്ടുള്ള ആത്മീയ വരങ്ങളെ കൊണ്ട് വ്യാപാരം ചെയ്ത് അത് അവൻ്റേതല്ല എന്ന് മനസ്സിലാക്കി വ്യാപാരം ചെയ്ത് 30, 60, 100 മേനി വിളയിക്കുന്നവരായിരിക്കും എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യർ 5:22 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വഹയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിൻ്റെ ഫലം, ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ ഫലം ഉണ്ടാകുവാനായിട്ട് സാധിക്കും. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഓർക്കാം. അവൻ സ്നേഹിക്കുന്നവനായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവൻ സന്തോഷിക്കുന്നവനായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടവനായിരിക്കും. അവൻ ദീർഘക്ഷമ കാണിക്കുന്നവനായിരിക്കും. അവന് ദയയുള്ളവനായിരിക്കും. പരോപകാരം ചെയ്യുന്നവനായിരിക്കും. വിശ്വസ്തതയുള്ളതായിരിക്കും. സൗമ്യതയുള്ളവനായിരിക്കും. ഇന്ദ്രിയജയം, അവൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചു ജീവിക്കുന്നവനായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാനായിട്ട് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതും. അതുകൊണ്ടാണ് ആത്മനിറവ് ഒരു പ്രാവശ്യമല്ല, കൂടെ കൂടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ആത്മാവിൽ നിറയണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് വരുന്നത്. ഒരു ദിവസം ഇതെല്ലാം ഉണ്ടായി, ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം ഉണ്ടായി. എന്നാൽ പിറ്റേ ദിവസം നാം ആത്മാവിൻ്റെ നിറവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഈ ആത്മീയ ഫലങ്ങൾക്ക് പകരം നമ്മളിൽ ജഡത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരും. ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് ആ വ്യക്തി എപ്പോഴും ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ പാടി, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ ഹൃദയം എപ്പോഴും ആത്മനിർവൽ ജീവിക്കുന്ന ഒരു ഹൃദയത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ആനന്ദം കൊണ്ട് നിറഞ്ഞിട്ട് അവനെപ്പോഴും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് എഫെസ്യർ ലേഖനത്തിൽ 5 ആ വാക്യത്തിൽ അത് തന്നെയാണ് കാണുന്നത്. 19 മുതൽ നമുക്ക് കാണുന്നത് ആത്മാവ് നിറഞ്ഞവരായിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. ഒരു ആത്മാവിൽ നിറയുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഒരു ജീവിതത്തിൽ കഷ്ടതയുണ്ടാകും, നിന്ദയുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, കണ്ണുനീര് ഉണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ സങ്കീർത്തനവും സ്തുതിയും ആത്മീയ ഗീതങ്ങളും ഉണ്ടാകുവാനും അവൻ ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ യഥാർത്ഥമായിട്ട് സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ ആത്മനിറവോടുകൂടെ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. Good morning, sisters. Psalm 133, verses 1 and onwards. Behold how good and how pleasant it is for brethren to dwell together in unity. It is like the precious ointment upon the head that ran down upon the beard, even Aaron's beard,
that went down to the skirts of his garments, as the dew of Hermon, and as the dew that descended upon the mountains of Zion. For there the Lord commanded the blessing, even life forevermore. Although this song is the shortest chapter in the book of Psalms and even the Bible, it teaches us the importance of unity and how God intended things to be. It is pleasant and a good thing. The unity of us as brethren in Christ is compared to two things. One is the anointing of Aaron, and two, the anointing of Zion with dew. The latter paints a pleasant picture of a mountain and its anointing with dew of the heavens. I believe this mountain called Zion represents the people set apart for God. Now the former description from verse 2 speaks to our hearts that yes, this anointing of oil from the top of Aaron's head to the bottom of his priestly robes shows us that this is right. This anointing is the way God intended things to be during Old Testament times. This is also why Samuel the prophet and judge was greatly displeased when the Israelites asked for a king like the other nations. It's because they already have God as their king, and they were set apart for him. But now, as Christians, we are set apart for Christ, and must live together in unity, as God has set forth from the beginning. Since the time of the Godhead, 3 in 1, to us now, whom God has called to set us apart as ambassadors for Christ, saved by grace. This is the unity we share and brings us together in Christ. Hebrews chapter 3 verse 13 also says, "But exhort one another daily, while it is called today, lest any of you be hardened through the deceitfulness of sin." This is another blessing on the unity we have in Christ. When we encourage and urge each other daily as Christians, we will not be fooled or blinded by the attacks of Satan, and we can see clearly without being unaware of the things around us. So what are the next steps on how to live from now on? Joshua chapter 22 verse 5 says, "But take diligent heed to do the commandment and the law which Moses the servant of the Lord charged you, to love the Lord your God, and to walk in all his ways, and to keep his commandments, and to cleave unto him, and to serve him with all your heart and with all your soul. May his name alone be glorified. Amen." ഞാൻ നാട്ടുദേവായി